ചാലക്കുടിയിലെ വ്യാജ ലഹരി കേസ് ഒറ്റക്കേറ്റെടുത്ത പ്രതി ലിവിയ ജോസ് ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയതെന്നാണ് കുറ്റസമ്മതമൊഴി. കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും തന്നെപ്പറ്റി മോശം അഭിപ്രായം പ്രചരിപ്പിച്ചത് പ്രകോപന കാരണമായെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. മരുമകളെ രക്ഷിക്കാനാണ് ലിവിയയുടെ ശ്രമമെന്ന് ഷീല സണ്ണി ആരോപിച്ചു. മറ്റു വാദങ്ങളൊന്നുമില്ലാതെ ലളിതമായാണ് പ്രതി കുറ്റമേറ്റു പറഞ്ഞത്. ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയതെന്ന് കുറ്റസമ്മതം മൊഴി നൽകി. ലിവിയയ്ക്കെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചതാണ് ഷീല സണ്ണിയോടുള്ള പകയ്ക്ക് കാരണം. കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. നാരായണദാസിന്റെ സഹായത്തോടെ ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തത്. ഷീല സണ്ണിയും ഭർത്താവ് സണ്ണിയും തന്നെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞതറിഞ്ഞു. ബംഗളൂരുവിൽ മോശം ജീവിതമാണ് താൻ ജീവിക്കുന്നതെന്ന് ഇരുവരും പറഞ്ഞുണ്ടാക്കി. തനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തിൽ 10 സെന്റാണ് കടം വീട്ടാൻ വിറ്റത്. ഷീലയെ കുടുക്കാനുള്ള പക ഇതായിരുന്നുവെന്നും അന്വേഷണ സംഘത്തോട് ലിവിയ പറഞ്ഞു. ബംഗളൂരുവിൽ പഠിക്കാൻ പോയ ലിവിയ എങ്ങനെ പണമുണ്ടാക്കിയെന്ന ഷീല സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണമായതെന്നും പ്രതി മൊഴി നൽകി. ലഹരി സ്റ്റാമ്പ് വെച്ചത് ഷീല സണ്ണിയുടെ മരുമകൾ അറിഞ്ഞിട്ടില്ലെന്നും പോലീസിനോട് ലിവിയ പറഞ്ഞു. ലഹരി സ്റ്റാമ്പ് ആഫ്രിക്കൻ വംശജിൽ നിന്ന് സുഹൃത്ത് നാരായണദാസ് വാങ്ങി. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ലഹരി സ്റ്റാമ്പ് നൽകി ആഫ്രിക്കക്കാരൻ പറ്റിച്ചുവെന്നും ലിവിയ മൊഴി നൽകി. എന്നാൽ ലിവിയയുടെ മൊഴി വിവരങ്ങൾ ഷീല സണ്ണി തള്ളി. ലിവിയ കളവു പറയുകയാണെന്നാണ് ഷീല സണ്ണിയുടെ ആരോപണം. കേസിൽ മരുമകൾക്ക് പങ്കുണ്ടെന്നും മരുമകളെ രക്ഷിക്കാനാണ് ലിവിയയുടെ ശ്രമമെന്നും പ്രതികരണം. ഇല്ലല്ല, അതവള് ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പറയണതായിരിക്കും. സ്വഭാവ ദൂഷ്യം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരേ വീട്ടിലിരിക്കണ മോനെ ഞാൻ വോയിസ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. മോളും ഞാനും തമ്മിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവള് ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി. ഇതിപ്പോൾ നിസ്സാര കാര്യമാണ്. ഇതിനു വേണ്ടി ഇത്ര വലിയ കടുങ്കൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മയക്കുമരുന്ന് വെച്ചിട്ട് ഇത് ഒറിജിനൽ ആണെങ്കിൽ ഇപ്പോഴും ഞാൻ ജയിലിൽ തന്നെയായിരിക്കും. ലിവിയയും സുഹൃത്ത് നാരായണദാസിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ലിവിയയുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് ഡിവൈഎസ്പിയും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.